Good morning all. നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിന്റെ സെക്കൻഡ് ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എലമെന്റ്സ് ഓഫ് കോസ്റ്റ്. നമുക്ക് ഇതുവരെ പഠിച്ചതിലെ കോസ്റ്റ് എലമെന്റ്സ് എന്ന് പറയുന്നതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ പറയുന്ന കോസ്റ്റിനെ മൂന്നായിട്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്യുന്നത്. ഒരു സ്ഥാപനത്തിൽ വരുന്ന കോസ്റ്റ് അത് മെറ്റീരിയൽ കോസ്റ്റ് ആവാം, അല്ലെങ്കിൽ ലേബർ കോസ്റ്റ് ആവാം, എക്സ്പെൻസസ് ആവാം. അങ്ങനെ മൂന്നായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോസ്റ്റ് എലമെന്റ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസസ്. Then these three again divided into two, that is direct and indirect. ഓരോ കോസ്റ്റും ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ആയിട്ട് വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മെറ്റീരിയൽ ആണെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ടാവും, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ടാവും. അതായത് മെറ്റീരിയലിന്റെ ഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് മെറ്റീരിയലും. ദെൻ അതുപോലെ തന്നെയാണ് ഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് ലേബർ. എക്സ്പെൻസസ് അതേപോലെ തന്നെ ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ദെൻ ഇനി മെറ്റീരിയലും ലേബറിന്റെയും എക്സ്പെൻസസിന്റെയും ഇൻഡയറക്റ്റ് പോർഷൻ മാത്രം എടുത്തുകൊണ്ട് അതിനെ നമ്മൾ എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഓവർഹെഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓവർഹെഡ് എല്ലാത്തിന്റെയും ഇൻഡയറക്റ്റ് പോർഷനെ പറയുന്ന പേരാണ് ഓവർഹെഡ്. ഡയറക്റ്റിനെ പറയുന്ന പേരാണ് പ്രൈം കോസ്റ്റ്. അത് നമുക്ക് നെക്സ്റ്റ് ഡിവിഷനിൽ നമുക്ക് പഠിക്കാം. അപ്പൊ ഇൻഡയറക്റ്റ് എലമെന്റ്സ് എല്ലാം ചേർന്നുകൊണ്ട് നമ്മൾ ഓവർഹെഡ് ആയിട്ട് മാറും. ഓവർഹെഡ് എന്ന് പറയുന്നത് 4 തരത്തിലുള്ള ഓവർഹെഡ് ആണ് നമുക്കുള്ളത്. ഫാക്ടറി ഓവർഹെഡ്, ഓഫീസ് ഓവർഹെഡ്, സെല്ലിംഗ് ഓവർഹെഡ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതില് ഫസ്റ്റ് നമുക്ക് മെറ്റീരിയൽ എന്താണെന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മൾ കോസ്റ്റ് എലമെന്റ്സിൽ ഫസ്റ്റ് വരുന്നതാണ് മെറ്റീരിയൽസ്. മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് അത് റോ മെറ്റീരിയലോ അല്ലെങ്കിൽ അതിന്റെ പ്രോസസ്ഡ് ഫോമോ. അതിന്റെ പ്രോസസ്ഡ് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെമി പ്രോസസ്ഡ് ആവാം അല്ലെങ്കിൽ പ്രോസസ്ഡ് ആവാം. റോ മെറ്റീരിയൽ മുതൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആവുന്നത് വരെയുള്ള ഈ ഒരു കാലഘട്ടത്താണ് നമ്മൾ മെറ്റീരിയൽസ് എന്ന് നമ്മൾ അതിനെ അറിയപ്പെടുന്നത്. മെറ്റീരിയൽ 2 തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ് നമുക്കുള്ളത്, ഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പെർട്ടിക്കുലർ ജോബിലോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിലോ പ്രോസസ്സിലോ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിയേ, കോട്ടൺ ആൻഡ് ടെക്സ്റ്റൈൽ മിൽ. അതായത് നമുക്ക് ടെക്സ്റ്റൈൽ മില്ലില് വസ്ത്രം ഉണ്ടാക്കുന്നത് എന്ത് വെച്ചിട്ടാണ്, കോട്ടൺ വെച്ചിട്ടാണ്. നമുക്ക് തുണി വെച്ചിട്ടാണ്, അതായത് നമുക്ക് കോട്ടൺ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നത്. ക്ലേ ഇൻ ബ്രിക്സ്, അതായത് നമുക്ക് ഇഷ്ടിക ഉണ്ടാക്കുന്നത് എന്ത് വെച്ചിട്ടാ, മണ്ണ് ഉപയോഗിച്ചിട്ടാണ്, കളിമണ്ണ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇഷ്ടിക ഉണ്ടാക്കുന്നത്. അതായത് നമുക്കൊരു പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ അതിൽ ഏത് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ദെൻ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിലോ അല്ലെങ്കിൽ ആ ഒരു ജോബിലോ പ്രോസസ്സിലോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. ശരിക്കും പറഞ്ഞാല് എക്സാമ്പിൾ, നമുക്കൊരു ക്ലേ ഉണ്ടാക്കുന്ന ഒരു മെഷീനറി, ആ മെഷീനറിയിലെ ക്ലേ മാത്രമല്ല, ആ മെഷീനറിക്ക് നമുക്ക് എന്ത് വേണ്ടി വരും, ഓയിൽ ഒഴിക്കേണ്ടി വരും, ഗ്രീസ് വേണ്ടി വരും, അല്ലെങ്കിൽ അത് എന്താണ്, കോളാണോ അതോ പെട്രോൾ ആണോ ഡീസൽ ആണോ ഇലക്ട്രിസിറ്റി ആണോ, ഇതൊക്കെ നമ്മൾ അതിൽ വേണ്ടി വരും. പക്ഷെ നമുക്ക് അതിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇഷ്ടിക കണ്ടു കഴിഞ്ഞാൽ അതിൽ ഇലക്ട്രിസിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഓയിൽ ഉണ്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയൽ ആണെങ്കിൽ പക്ഷേ ആ മെറ്റീരിയൽ നമുക്ക് മസ്റ്റ് ആണ്, അങ്ങനെയുള്ള മെറ്റീരിയൽ ആണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ഓക്കെ. ദെൻ മൂവിങ് ടു ലേബർ. ലേബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മെറ്റീരിയലിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്ന ഹ്യൂമൻ എഫേർട്ടിനെയാണ് നമ്മൾ ലേബർ എന്ന് പറയുന്നത്. ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ അല്ല നമ്മൾ അവിടെ പറയുന്നത്, എന്താണ്, ഹ്യൂമൻ എഫേർട്ടിനെയാണ് നമ്മൾ ലേബർ എന്ന് പറയുന്നത്. ഓക്കെ. ലേബറും അതേപോലെ തന്നെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഉണ്ട്. ഡയറക്റ്റ് ലേബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഡയറക്റ്റ് ലേബർ ആ പ്രൊഡക്ഷൻ പ്രോസസ്സിലെ ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്ത് ചെയ്യാണ്, നമുക്ക് റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്ന ഒരു പ്രക്രിയയിലെ
ഒരു എംപ്ലോയി ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഡയറക്റ്റ് ലേബർ. അയാൾക്ക് കൊടുക്കുന്ന വേജ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ലേബറിന് കൊടുക്കുന്ന ആ ഒരു കോസ്റ്റ് ആണ്. ഓക്കെ. ദെൻ ഇൻഡയറക്റ്റ് ലേബർ ഉണ്ട്. ഇൻഡയറക്റ്റ് ലേബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് എന്ത് ചെയ്യുന്നില്ല, പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല. പക്ഷേ അവിടെ എന്തുണ്ട്, അവിടെ അവരുടെ ഒരു പ്രസൻസ് ഉണ്ട്. അതാരൊക്കെയാവാം, അവിടെ ക്ലീൻ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം, ഇൻസ്പെക്ടേഴ്സ് ഉണ്ടാവാം, സൂപ്പർവൈസേഴ്സ് ഉണ്ടാവാം. ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഈ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിലെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട് ഇല്ലേ. ഇൻസ്പെക്ടർ വന്ന് സൂപ്പർവൈസർ വന്നിട്ട് നോക്കുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കുന്നില്ലേ എന്ന് നോക്കുന്നുണ്ട്. There is a human effort. അവിടെ എന്തുണ്ട്, ഒരു ഹ്യൂമൻ എഫേർട്ട് ഉണ്ട്. പക്ഷെ that is an indirect effect. അതിന് എന്താ വരുന്നത്, ഇൻഡയറക്റ്റ് എഫക്റ്റ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് ലേബർ എന്താണെന്നുള്ളത് പറഞ്ഞു. Then next one, expenses. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ, അതേപോലെ തന്നെ ലേബർ കോസ്റ്റ്, ഇതല്ലാത്ത എല്ലാ കോസ്റ്റിനെയും നമ്മൾ എക്സ്പെൻസസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ എക്സ്പെൻസസും നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഇനി ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയറക്റ്റ് മെറ്റീരിയലോ അല്ലെങ്കിൽ ഡയറക്റ്റ് ലേബറിനോ ചാർജ് ചെയ്യാത്ത, എന്നാൽ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉള്ള എക്സ്പെൻസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഓക്കെ. ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാണ്, അതിന്റെ ഡ്രോയിങ്സ് വരക്കുക, ഡിസൈൻ ഉണ്ടാക്കുക, പാറ്റേൺ, മോഡൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് പ്രൊഡക്ഷൻ, ഇത് അത്യാവശ്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡയറക്റ്റ് എക്സ്പെൻസസ് ആയിട്ട് പറയുന്നത്. ദെൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇങ്ങനെയൊരു പ്രൊഡക്ഷൻ പ്രോസസ്സിലെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത എക്സ്പെൻസുകളെയാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. റെന്റ്, റേറ്റ്സ്, ടാക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല. പക്ഷെ എന്തുണ്ട്, അവിടെ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ആ ഒരു സ്ഥാപനത്തിന് റെന്റ് ഉണ്ടാവാം, ടാക്സുകൾ ഉണ്ടാവാം, അതേപോലെ തന്നെ ഇൻഷുറൻസ് ഉണ്ടാവാം. ഇതൊന്നും ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്യുന്നില്ല, പക്ഷെ ദാറ്റ് ഈസ് ഓൾസോ ആൻ എക്സ്പെൻസ്. അതും എന്താണ്, ഒരു എക്സ്പെൻസ് ആണ്. ക്ലിയർ? അപ്പൊ ഇത്രയാണ് നമ്മൾ കോസ്റ്റ് എലമെന്റ്സിൽ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്, മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസസ്. ദെൻ വാട്ട് ഈസ് ഓവർഹെഡ്സ്, അല്ലെങ്കിൽ നമുക്ക് അതിന് പറയുന്ന പേരാണ് ഓൺ കോസ്റ്റ്, ബർഡൻ. ഇങ്ങനെ 3 പേരിലാണ് നമ്മൾ അറിയപ്പെടുക. ഏറ്റവും കൂടുതൽ നമ്മൾ ഓവർഹെഡ് ആണ് അറിയപ്പെടുന്നത്, പിന്നെ ഓൺ കോസ്റ്റ് എന്നുള്ളതും കാണാം. അപ്പൊ എന്താണ് ഓവർഹെഡ്? നേരത്തെ പറഞ്ഞു, എല്ലാ ഇൻഡയറക്റ്റ് ചാർജിനെയും, അതായത് ആഗ്രിഗേറ്റ് ഓഫ് indirect material cost, indirect labor cost and indirect expenses is known as overhead. Okay. Then overhead എന്ത് ചെയ്തിട്ടുണ്ട്, overhead 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫാക്ടറി ഓവർഹെഡ്, ഓഫീസ് ഓവർഹെഡ്, സെല്ലിംഗ് ഓവർഹെഡ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ഓക്കെ. ദെൻ ഓരോ ഓവർഹെഡും എന്താണെന്നുള്ളത് പഠിക്കാം. ആദ്യം ഫാക്ടറി ഓവർഹെഡ് നോക്കാം. ഫാക്ടറി ഓവർഹെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഇൻഡയറക്റ്റ് ചാർജസും, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഡയറക്റ്റ് ചാർജസിനെയും നമ്മൾ പറയുന്ന പേരാണ് ഫാക്ടറി ഓവർഹെഡ്. അത് ഫാക്ടറി റെന്റ് ആവാം, പ്ലാന്റിന്റെ ഡിപ്രീസിയേഷൻ ആവാം, അല്ലെങ്കിൽ നമുക്ക് അതിൽ ഉപയോഗിക്കുന്ന മെഷീനറിയിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് ആവാം, പവർ ആവാം, കോൾ ആവാം, അല്ലെങ്കിൽ നമുക്ക് ഫാക്ടറിയിൽ വരുന്ന ഇൻഷുറൻസ് ആവാം. ഫാക്ടറി റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റും ഫാക്ടറി ഓവർഹെഡ് ആണ്. ദെൻ ഓഫീസ് ഓവർഹെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട്, അഡ്മിനിസ്ട്രേഷന് വരുന്ന എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസും, അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാനിങ്, കൺട്രോളിങ്, ഡയറക്ടിങ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്തായിട്ടാണ് വരുന്നത്, ഓഫീസ് ഓവർഹെഡ് ആയിട്ടാണ് വരുന്നത്. അതിന് എക്സാമ്പിൾ ആണ് പറഞ്ഞത്, ഓഫീസ് സാലറി, പോസ്റ്റേജ്, പ്രിന്റിങ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന, അഡ്മിനിസ്റ്റർ ചെയ്യുന്ന എല്ലാ എക്സ്പെൻസുകളും, ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും ഓഫീസ് ഓവർഹെഡ് ആണ്. ദെൻ തേർഡ് ഓവർഹെഡ് എന്ന് പറയുന്നത് സെല്ലിംഗ് ഓവർഹെഡ് ആണ്. സെല്ലിംഗ് ഓവർഹെഡ് എന്താണ്, സെയിൽസിനെയും അതേപോലെ തന്നെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ എക്സ്പെൻസുകളാണ് വരുന്നത്, ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ് വരുന്നത്, ദാറ്റ് ഈസ് നോൺ ആസ് സെല്ലിംഗ് ഓവർഹെഡ്. അതിൽ വരുന്നതാണ് അഡ്വർടൈസിങ്, സെയിൽസ്മാന് കൊടുക്കുന്ന സാലറി, കമ്മീഷൻ, മാർക്കറ്റ് റിസർച്ചിന് ചിലവാക്കുന്ന പണം, ഇതൊക്കെ സെല്ലിംഗ് ഓവർഹെഡ് ആണ്. ഓക്കെ.
Then the last one, that is distribution overhead. സെല്ലിംഗ് ഓവർഹെഡ് കഴിഞ്ഞ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അതായത് എവിടെയാണോ ഡിമാൻഡ് ഉള്ളത് ആ ഡിമാൻഡ് ഉള്ളിടത്തേക്ക് എത്തിക്കുക, ദാറ്റ് ഈസ് ദ ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്ന് പറയുന്നത്. ഫാക്ടറിയിൽ നിന്നും എവിടെയാണോ ഡിമാൻഡ് ഉള്ളത്, പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉള്ളത്, അവിടേക്ക് എത്തിക്കുന്നതിന്റെ ഇടയിലുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഓക്കെ, അത് ഗോഡൗൺ റെന്റ്, അതായത് നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയി കഴിഞ്ഞാൽ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം ഗോഡൗൺ റെന്റ് ആണ്. എപ്പോഴും നമ്മൾ അങ്ങോട്ട് എടുത്തു കൊടുക്കില്ല, ഡിമാൻഡിനനുസരിച്ച് മാത്രമേ എത്തിച്ചു കൊടുക്കുള്ളൂ. വെയർഹൗസ് സ്റ്റാഫ് സാലറി, പാക്കിംഗ് എക്സ്പെൻസ്, ഇങ്ങനെ നമ്മൾ അത് ഫാക്ടറിയിൽ നിന്ന് ഡെസ്റ്റിനേഷനിൽ എത്തുന്നത് വരെയുള്ള എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആയിട്ട് അറിയപ്പെടുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഡിവിഷൻ ഓർ കമ്പോണൻസ് ഓഫ് കോസ്റ്റ്. നമുക്ക് കോസ്റ്റ് കമ്പോണൻസ് ആണ് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ഇത് കോസ്റ്റ് കമ്പോണൻസ് ആണ് നമ്മൾ പറയുന്നത്. ഒരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇനി നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കോസ്റ്റ് ഷീറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. അതിൽ നിങ്ങൾ ഈ ഓർഡറിൽ തന്നെ പഠിച്ചു പോകും, ഞാൻ പറയുന്ന ഓർഡർ തന്നെ പഠിച്ചു പോവാം. എലമെന്റ്സ് ഓഫ് കോസ്റ്റും കമ്പോണൻസ് ഓഫ് കോസ്റ്റും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ഫസ്റ്റ് വൺ, പ്രൈം കോസ്റ്റ്. നമ്മൾ നേരത്തെ ഓവർഹെഡ് പറഞ്ഞില്ലേ, അതിന്റെ ഓപ്പോസിറ്റ് ആണ് പ്രൈം കോസ്റ്റ്. എന്താ പ്രൈം കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ it is the aggregate of all direct elements of cost. ഓക്കെ, എല്ലാത്തിന്റെയും ഡയറക്റ്റ് എലമെന്റ്സിനെയാണ്, കോസ്റ്റ് എലമെന്റ്സിനെയാണ് നമ്മൾ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇതിനെയാണ് നമ്മൾ പ്രൈം കോസ്റ്റ് എന്ന് പറയാം. ഇതിനെ നമ്മൾ വേറെ പേരിൽ അറിയപ്പെടും. ഫസ്റ്റ് കോസ്റ്റ്, ബേസിക് കോസ്റ്റ്, ഫൗണ്ടേഷൻ കോസ്റ്റ്, ഇതൊക്കെ നമ്മൾ അറിയപ്പെടും. എങ്ങനെ നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നോക്കിയേ. പ്രൈം കോസ്റ്റ് ഈക്വൽസ് ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. Then moving to next cost, that is factory cost. എന്താ ഫാക്ടറി കോസ്റ്റ്? നേരത്തെ നമ്മൾ പഠിച്ച ഫാക്ടറി ഓവർഹെഡ് പ്രൈം കോസ്റ്റിനോട് കൂടി ചേരുമ്പോ അതെന്തായി മാറുന്നു? ഫാക്ടറി ഓവർഹെഡ് ആയിട്ട് മാറുന്നു. ഇവിടെ നമ്മൾ പ്രൈം കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, പ്ലസ് ഫാക്ടറി ഓവർഹെഡ് എന്താണെന്നുള്ളത് നേരത്തെ പറഞ്ഞിരുന്നു. ഇത് രണ്ടും സം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത് ഫാക്ടറി കോസ്റ്റ്. ഫാക്ടറി കോസ്റ്റിനെ നമ്മൾ വേറൊരു പേരും അറിയപ്പെടും വർക്ക്സ് കോസ്റ്റ്. വർക്ക്സ് കോസ്റ്റ് ഈക്വൽസ് പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓർ വർക്ക്സ് ഓവർഹെഡ്. Then next one, cost of production. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ഇവിടെ നമുക്ക് എന്താ വരുന്നത്? aggregate of factory cost and office and administrative overhead. അതായത് നമുക്ക് ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്? ഫാക്ടറി കോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഫാക്ടറി കോസ്റ്റിന്റെ കൂടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഉണ്ടായിരുന്നല്ലോ നേരത്തെ പറഞ്ഞ, അത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി മാറി? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയി മാറി. ഓക്കെ, cost of production or office cost equals factory cost plus office and administration overhead. Then the last one, total cost. Total cost എന്ന് പറഞ്ഞത് എന്തായിരിക്കും? അതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ എന്താ പഠിച്ചത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പഠിച്ചു ഇല്ലേ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? കോസ്റ്റ് ഓഫ് സെയിൽസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. ദെൻ നമുക്ക് കിട്ടുന്നത് എന്താണ്? ടോട്ടൽ കോസ്റ്റ് ആണ്. അപ്പൊ ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. അത് സെയിൽ ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും നമുക്ക് എത്ര എമൗണ്ട് ചിലവായി അതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്തായി? ടോട്ടൽ കോസ്റ്റ് ആയി മാറി. അപ്പൊ നമ്മളിവിടെ ഒരു പ്രൊഡക്റ്റിനെ എത്ര കോസ്റ്റ് ആയി എന്നുള്ളത് നമ്മൾ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം? ഇത്രയും കോസ്റ്റുകള് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ 100 രൂപയായി, 100 രൂപക്ക് തന്നെ വിൽക്കുവോ? ഇല്ല. അവിടെ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നു? ടോട്ടൽ കോസ്റ്റിന്റെ കൂടെ പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് കൂടി ചേർക്കും. 100 രൂപ ചെലവായെങ്കിൽ 110 രൂപക്ക് നമുക്ക് വിൽക്കണം. എന്നാലേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ.
ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണ്? എലമെന്റ്സ് ഓഫ് കോസ്റ്റ് പഠിച്ചു. എലമെന്റ്സ് ഓഫ് കോസ്റ്റില് എന്തൊക്കെയാ പഠിച്ചത്? മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസസ്. ദെൻ അതിന്റെ മൂന്നിന്റെയും ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് പോർഷൻ പഠിച്ചു. ഓവർ ഹെഡ് എന്താണെന്നുള്ളത് പഠിച്ചു. ഓവർ ഹെഡ് പഠിച്ചു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വന്നതാണ് കമ്പോണൻസ് ഓഫ് കോസ്റ്റ് അല്ലെങ്കിൽ ഡിവിഷൻസ് ഓഫ് കോസ്റ്റ്. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ടോപ്പിക് നമ്മൾ കവർ ചെയ്തു. ഓക്കെ, താങ്ക് യു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒക്കെ ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.